ഒന്ന്, ഈമാൻ സലാമത്താകുന്ന ആള് ഉറക്കം സൂക്ഷിക്കുന്ന ആളാണ്. ഉറക്കം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞ മാതിരി ഉറങ്ങുന്ന ആൾക്ക് ഈമാൻ സലാമത്താവും. കാരണം ഉറക്കം മരണത്തിൻ്റെ പരിശീലനമാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ്. എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും. രാത്രി 2 മണി വരെയും പന്ത് കളി കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ്, ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ്, TV-യിൽ നോക്കിയിരിക്കാൻ, മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ്. കടക്കാൻ ചെന്നാൽ ഞമ്മക്കൊരു നേരം വെക്കല്, അല്ലോ 12:30 ആയോ, പിന്നെ ദിക്റും സലാത്തൊന്നുമില്ല, ഒറ്റ മറിച്ചിലാണ്. അതേമാതിരിയാണ് മരിക്കുമ്പോൾ. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ്. എന്തിനു നേരമില്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു 5 മിനിറ്റ് നേരം ഉണ്ടായേ പറ്റൂ. എന്താ വേണ്ടത്? കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം. കുളിച്ചാൽ വളരെ ഉഷാറായി, ഒളുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി. ഇനി അതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം. വിരിപ്പ് നന്നായിട്ട് 3 പ്രാവശ്യം കുടഞ്ഞ് വിരിക്കണം. വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് 3 പ്രാവശ്യം കൊട്ടണം. വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ 3 പ്രാവശ്യം കുടഞ്ഞിട്ട് ആയിക്കൊന്ന് വിരിക്കണം. വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം. എന്നാൽ അധികം ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ടൊരു വേദന, ഇതിൽ കൂടി എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വേദന. എന്താ കാരണം? വിരിപ്പ് മടങ്ങിയതാണ് കാരണം, വേറെ കാരണമൊന്നുമില്ല. ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു. എന്താ കാരണം? വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം, വേറെ അതിന് കാരണമൊന്നുമില്ല. കുട്ടികളായിരിക്കുമ്പോൾ വല്ലാതെ അറിയില്ല, ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല, പ്രായമാകുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു മടക്കുണ്ടായാൽ മതി, രാവിലെ അവിടെ വേദന ഉണ്ടാവും. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം. എന്നിട്ട് ആ വിരിപ്പിലിരിക്കണം. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഞാൻ പറയുമ്പോൾ കുറേ സമയം എടുത്താലും ചെയ്യാനാകെ 5 മിനിറ്റ് വേണ്ടി വരുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഒരു ഖുൽ അഊദു റബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിലൂതിയിട്ട് തല മുതൽ കാല് വരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഖുൽ അഊദു റബ്ബിൻ നാസ് 2 കയ്യിലും ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 3-ാം പ്രാവശ്യം ഒന്നും കൂടെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഖുൽ അഊദു റബ്ബിൻ നാസ് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 1 ആയത്തുൽ കുർസി ഓതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങണം. ഈമാൻ കാമിലായി മരിക്കും. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. ഈ ഒരൊറ്റ കാര്യങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവും. മനസ്സിലായി എന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാകുക? മനസ്സിലായി ചെയ്യൂല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായാൽ ചെയ്യുമല്ലോ. നമ്മൾ മനസ്സിലാകാത്തതാണ് ചെയ്യാത്തതിൻ്റെ കാരണം. നമുക്ക് പല കാര്യം മനസ്സിലാകണില്ല. നാഷണൽ ഹൈവേയില് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാണ്ടി ലോറി വരുമ്പോ ഹൈവേന്റെ നടുക്ക് കയറിയിട്ട് 2 കയ്യും ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണും ചിമ്പിയിട്ട് പിരാന്തം വരെ നിൽക്കൂല. എന്താ കാരണം? ജീവൻ പോകും എന്ന ഈമാനാണ് കാരണം. പിരാന്തം നിൽക്കൂലല്ലോ. ബുദ്ധിയുള്ളവൻ ഏതായാലും നിൽക്കൂല, പിരാന്തൻ ഏതായാലും നിൽക്കൂല. എന്താ കാരണം? ഈമാൻ. 11 കോലുള്ള പൊട്ടങ്ങാനറ്റക്ക് പോയിട്ട് മേലെന്ന് ഇങ്ങനെ നോക്കിയിട്ട് താഴത്തേക്ക് പാറയാണില്ലേ എന്ന് പറയുള്ളൂ, ചാടൂല. എന്താ കാരണം? കയ്യും കാലും ഒടിയെന്നുള്ളത് ഈമാനാണ്. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രിയിൽ 1 തവണ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്നത് ഈമാനായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓതൂലേ? ദാരിദ്ര്യം ആർക്കാ പേടില്ലാത്തത്? ഫക്കീറാവൽ ആർക്കാ പേടില്ലാത്തത്? 35 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, ദരിദ്രനാവാൻ 1 സെക്കൻഡ് മുഴുവൻ വേണ്ട. ദാരിദ്ര്യമാർക്കാ പേടില്ലാത്തത്? എല്ലാ മനുഷ്യനും പേടിക്കുന്നതാണ് ദാരിദ്ര്യം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഷ്റഫുൽ ഖൽഖായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ
ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. വഹീദ് ഇൽമാണ്. മുഹമ്മദ് നബി പറഞ്ഞാലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹയിന്റെ ഇൽമാണ്. വഹയ് തെറ്റൂലല്ലോ, വഹയ് തെറ്റൂല. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ വാഖിയ ആരെങ്കിലും ഓതിയാൽ ലം യജിദുഹു ഫാഖത്തുൻ, അവന് ദാരിദ്ര്യം വരികയില്ല, അബദൻ, ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞമ്മക്കത് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ട്? മനസ്സിലായാൽ ചെയ്യും, മനസ്സിലായിട്ടില്ല, അതാ പ്രശ്നം. അപ്പൊ ഞാനീ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകുക പറയണത്. മനസ്സിലായ ജീവിതത്തിലുണ്ടാവും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ വേണ്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ ഒന്ന് വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ വളരെ ഉഷാറായി. എന്താ ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോകുമ്പോൾ നല്ലോണം ഒന്ന് കയ്യും കാലും തേച്ചെങ്കി ഒതുണ്ടാക്കുക. വിരിപ്പ് 3 പ്രാവശ്യം കുടഞ്ഞിട്ട് മടക്കില്ലാതെ നിവർത്തി വിരിക്കുക. വിരിപ്പിൽ ഇരുന്ന് ഒരു ഫാത്തിഹ, കുല്ലു വല്ലാഹു അഹദ്, കുല്ലു റബ്ബിൽ ഫലക്, കുല്ലു റബ്ബിൻ നാസ്, കയ്യിലൂത, ശരീരം തടവുക. ഒന്നുകൂടിയും കുല്ലു വല്ലാഹു അഹദ്, കുല്ലു റബ്ബിൽ ഫലക്, കുല്ലു റബ്ബിൻ നാസ്, കയ്യിലൂത, ശരീരം തടവുക. ഒന്നുകൂടിയും കുല്ലു വല്ലാഹു അഹദ്, കുല്ലു റബ്ബിൽ ഫലക്, കുല്ലു റബ്ബിൻ നാസ്, കയ്യിലൂത, ശരീരമാസകലം തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സാലിഹീൻ എന്നോ. അതറിയാത്തൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ല. എന്നിട്ട് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങുക. അപ്പോ കിർണീം കിർണീം കിർണീ എന്ന് മൊബൈൽ വെല്ലടിച്ചു കടന്നാൽ എന്താ വേണ്ടത്? എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റിരുന്നിട്ട് എന്താ മൊബൈലിൽ ബെല്ല് നോക്കണം. ഹലോ, രാവിലെ വിളിക്കട്ടോ, ശരി വെച്ചിട്ട് ബിസ്മി വരെ ഉള്ളതൊക്കെ അത് മതി. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് കിടക്കുക. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് രണ്ടാമത് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങുക. അപ്പൊ അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അങ്ങനെ ഡം 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 ഡിഗാ ഡിഗാ എന്ന് ബെല്ലടിച്ചു. എന്താ കിട്ടുക? നീച്ച മെസ്സേജ് വന്നതാണ്, മെസ്സേജ്. അപ്പൊ നോക്കുമ്പോ ആരോ ഒരാൾ മരിച്ചതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സ്റ്റിക്കർ അടിച്ചു വിടുക. ആളെ കാട്ടുക. സ്റ്റിക്കർ കൊണ്ട് കാര്യമില്ല, പറയാണ് വേണ്ട കേട്ടോ. പറഞ്ഞു എന്നതിന്റെ തെളിവാണ് സ്റ്റിക്കർ. വെറും സ്റ്റിക്കർ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് സ്റ്റിക്കർ അടിച്ചു വിട്ടിട്ട് ബിസ്മി അല്ലിട്ട് ആയിക്കന്ന് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈലും കളിക്കാതെയും വർത്താനം പറയാതെയും ഉറങ്ങുക തന്നെ. എങ്കിൽ അവൻ കെലിമയിലേറ്റേ മരിക്കുള്ളൂ. കാരണം ഉറക്കത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഉറങ്ങുന്നവന്റെ ഒളു ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. വേളികുളത്തുകാരെ നല്ലോണം മനസ്സിലായിക്കോളി. ഉറങ്ങണ ആളെ ഒളു എപ്പോഴാണ് മുറിയണേ? ഉറക്കത്തിൽ കീഴ്വായി പോയാൽ മുറിയില്ല. ഉറക്കത്തിൽ അവരത്തുമ്പോ തൊട്ടാൽ ഒളു മുറിയില്ല. ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും മുറിയും. എപ്പോഴാണ് മുറിയണത്? ഉണരുമ്പോഴാണ് മുറിയുന്നത്, ഉറക്കത്തിലല്ല. മനുഷ്യന്മാരങ്ങൾ എന്താ മനസ്സിലാകാത്ത മാതിരി അന്തം വിട്ടുന്നു. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. ഉണരുമ്പോൾ ഒളു മുറിഞ്ഞു, ആയിക്കൊന്നുണ്ടാക്കണം. ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒളുവോടുകൂടെ മരണപ്പെട്ടു. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിലല്ല മുറിയുന്നത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോ നമ്മൾ ഒതുണ്ടാക്കി കൊടുത്താല് പിന്നെ മൂത്രം വന്നാലും രണ്ടാമത് ഒതുണ്ടാക്കണ്ടല്ലോ. കാഷ്ടം വന്നാലും രണ്ടാമത് ഒതുണ്ടാക്കണ്ട. ഔറത്തുമ്മ തൊടേണ്ട ആവശ്യം ഉണ്ടായാലും ഒതുണ്ടാക്കി കൊടുക്കണ്ട. എന്താ കാരണം? മയ്യത്തിന്റെ ഒതു മുറിയുകയില്ല. എന്തുകൊണ്ട് മുറിയില്ല? അവൻ ഉണരുന്നില്ല എന്നതാണ് കാരണം. ഉറങ്ങുന്നവന്റെ ഉറക്കം കൊണ്ടല്ല മുറിയുന്നത്, ഉണർച്ച കൊണ്ടാണ്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി
എങ്കിൽ ഉണരുന്നത് വരെയും അവൻ ഉളൂയിലായിരിക്കും.